ഹലോ ലോലി പീപ്പിൾ, ഇന്ന് നമ്മളൊരു ലഞ്ച് ഡേറ്റിനാണ് കേട്ടോ പോകുന്നത്. വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി ലഞ്ച് കഴിക്കാൻ പറ്റുന്ന, നമ്മൾ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളേ. അങ്ങനെ ഞങ്ങൾ ഈ കാലിക്കറ്റിൽ റീസെൻ്റ്ലി ഓപ്പൺ ആയിട്ടുള്ള മീനോളെന്ന് പറഞ്ഞൊരു ഷോപ്പിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളെ മേക്കപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ ഈ ഡ്രസ്സാണ് കേട്ടോ ഇടുന്നത്. ഡ്രസ്സ് എനിക്ക് അങ്ങനെ പെർഫെക്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും എല്ലാം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടും സമയമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഡ്രസ്സിലെന്ത് കാര്യം, നമ്മൾ ഫുഡിലല്ലേ കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് മതി എന്നുള്ളൊരു തീരുമാനത്തിലെത്തി നമ്മൾ രണ്ടുപേരും ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ഓൾ ഓവർ നമ്മളെ ലുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി റെഡി. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ കമ്മലിട്ടില്ലല്ലോ, വളയിട്ടില്ലല്ലോ, വാച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് പെട്ടെന്ന് ഇടുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ടൈമില്ല, അവിടെ ഒത്തിരി പേര്, പുതിയ ഷോപ്പായതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് തന്നെ നല്ല മഴ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല, അവിടെ നമുക്ക് കയറാൻ പറ്റിയില്ല, ഒത്തിരി ആൾക്കാരായിരുന്നു. കുഴപ്പമില്ല, നമ്മൾ കുറ്റിച്ചിറ ബിരിയാണി സെൻറ്ററിലാണ് കയറിയിട്ടുള്ളത്. നിങ്ങളിത് കണ്ടല്ലോ, കുറ്റിച്ചിറ ബിരിയാണി സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കാലിക്കറ്റിലുള്ള 3rd ബെസ്റ്റ് ബിരിയാണി സെൻറ്ററിൽ ഒന്നാണ് കേട്ടോ. അത് പറയാൻ പറ്റത്തില്ല. ഞാൻ കുറ്റിച്ചിറ ബിരിയാണി ഒത്തിരി തവണ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ടൈം നമ്മൾ കഴിക്കുമ്പോഴും ഓരോ പ്രത്യേക രുചിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടിപൊളി ബെസ്റ്റ് ബിരിയാണി തന്നെയാണ്. അങ്ങനെ ഈ കുറ്റിച്ചിറ ബിരിയാണി സെൻറ്റർ നമ്മളെ ബീച്ചിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ബീച്ചിലൊന്ന് കറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ബീച്ചിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ഈ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ പഴയ ഒത്തിരി ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീണ്ടും ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. കാലിക്കറ്റ് ബീച്ച് എന്ന് പറഞ്ഞാൽ എന്നൊരു വികാരം തന്നെയാണ് കേട്ടോ എനിക്ക് ലോകത്തിൻ്റെ എവിടെ ചെന്നാലും പിന്നെ തിരികെ വീട്ടിലോട്ട് എത്തുന്ന ആ ഒരു, നമ്മൾ പറയത്തില്ല, ആ ഒരു മൊമെൻറ്റ്സ്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഓപ്ഷൻ എവിടെ ചെന്നാലാണ് സന്തോഷം കിട്ടുന്നതെന്ന് ചോദിച്ചാൽ കാലിക്കറ്റ് ബീച്ചിലാണ് കേട്ടോ. കാലിക്കറ്റ് ബീച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സെല്ലാം മാറ്റിങ്ങാണ്ട് അന്നത്തെ ദിവസം തന്നെ എൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ടുള്ള ദൂരം എന്ന് വെച്ചാൽ 1.25 മണിക്കൂറാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മെയിൻ റോട്ടിലൂടെ പോകാറില്ല, ഞങ്ങളൊരു ഉള്ളിലൂടെയുള്ള റോട്ടിലൂടെയാണ് പോകാറുള്ളത്. അത് റീസണാണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ പോകുന്ന വഴി അടിപൊളിയാണ് കേട്ടോ. പാടം, കുന്ന്, മല, അങ്ങനെയെല്ലാം കണ്ട് പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലത്തിലൂടെയാണ് ഞങ്ങൾ എന്നും പോകാറുള്ളത്. കാരണം തിരക്കുകളും ഇല്ല, വളരെ അടിപൊളിയായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ടും കൂടിയാണ് കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് എൻ്റെ നാടെത്തി കേട്ടോ.